462 കൊലപാതകങ്ങൾ. കള്ളും കഞ്ചാവും അടിച്ച് മരിച്ചു വീഴുന്നവരുടെ കാര്യമല്ല പറയുന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ കുത്തേറ്റ് മരിക്കുന്നവരുടെ കാര്യമല്ല. നമ്മുടെ റോഡുകളിൽ പ്രതിദിനം മരിച്ചു വീഴുന്നവരുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അതിൽ കൂടുതലായിട്ടുള്ളത് 25-നും 35-നും ഇടയിൽ പ്രായമുള്ള യങ്സ്റ്റേഴ്സാണ്. എന്തായിരിക്കും കാരണം? നമുക്കിതിനെക്കുറിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കാം. വാഹനങ്ങൾ നിലവില് അശ്രദ്ധമായിട്ട് ഓടിക്കുന്നത് ഏറെക്കുറെ ബൈക്കുകൾ, സ്കൂട്ടി, അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകൾ. ഇപ്പൊ നമ്മള് റൂട്ട് ബസ് ആണെങ്കിൽ തന്നെ നമുക്ക് ബസ്സിന് ഒരുപാട് ടൈം ഷെഡ്യൂൾ ഉള്ളതാണ്. ഇപ്പൊ തൃത്താല ജംഗ്ഷനിൽ നമുക്ക് ഓൾറെഡി സ്കൂൾ ടൈം ആയി കഴിഞ്ഞാൽ നമുക്ക് പാസ് ചെയ്ത് പോകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്തിന് നമുക്ക് പാസ് ചെയ്യാൻ കഴിയാത്തത് ഇത്തരം വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ഗ്ലാസ് കയറ്റി, പ്രൈവറ്റ് കാറാണെങ്കിലും ബാക്കിൽ നിന്ന് വണ്ടി വരുന്നത് കാണാതെ നോക്കാതെ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ബസ്സുകൾക്ക് ഇത്രയും അപകടങ്ങൾ ഉണ്ടാവാനും കാരണം. ഏതെങ്കിലും വാഹനം ഓടിക്കുന്ന ആളാണോ? ഞാൻ സ്കൂട്ടി മാത്രമാണ് ഓടിക്കുന്നത്. ഫോർ വീലർ അറിയില്ല. 2 വീലർ മാത്രം. ഓക്കെ, നിങ്ങൾക്ക് റോഡിൽ ഏറ്റവും കൂടുതൽ ശല്യമായി തോന്നിയിട്ടുള്ള വാഹനം ഏതാണ്? ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ഓടിക്കുന്ന ഒരു വാഹനം? വാഹനങ്ങള് അശ്രദ്ധമായി ഓടിച്ച എല്ലാ വാഹനങ്ങളും പ്രശ്നം തന്നെയാണ്. കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വാഹനം കൂടുതലായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബൈക്ക് തന്നെയാണ് ചിലപ്പോ പ്രശ്നമായിട്ട്. ബൈക്കാണ് നിങ്ങളുടെ അഭിപ്രായം? കൃത്യമായ അവയർനെസ് ഇല്ലാത്ത കാരണമാണ് റോഡിന്റെ നിയമങ്ങളെ വെച്ചിട്ടുള്ള അവയർനെസ്. നിങ്ങളുടെ അഭിപ്രായത്തില് റോഡിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന വാഹനം ഏതാണ്? 2 വീലർ, 4 കാറാണ്. ഓട്ടോറിക്ഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓട്ടോറിക്ഷ ഒരുപാട് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാത്തൊരു ഏറ്റവും കൂടുതൽ അതങ്ങനെ ഒരു വാഹനത്തിനെ വേർതിരിച്ചിട്ട് അപകടത്തെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അപകടം എന്നത് അശ്രദ്ധ മൂലം വരുന്നതാണ്. അത് നമ്മൾ ബൈക്ക് ഓടിച്ചാലും കാർ ഓടിച്ചാലും ഒരേപോലെ സംഭവിക്കുന്നതാണ്. അതിന്റെ തീവ്രത നമ്മൾ അതിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാം. ഇൻ കേസ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പരിക്കുകൾക്ക് കുറവുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ റോഡുകളുടെ കണ്ടീഷൻ എങ്ങനെയാണ്? അത് കാരണം അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ ഈ പ്രദേശത്ത് പിന്നെ NH 6 വരി വന്നിട്ടുണ്ട്. അതില് ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാല്, ഇതിന്റെ ഈ 6 വരി വരുമ്പോ നമ്മുടെ പ്രദേശത്തുള്ളവർ അതിനോട് പൊരുത്തപ്പെട്ടിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ നിർബന്ധമായിട്ടും RTO അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ് ഈ ഒരു റോട്ടിലൂടെ എങ്ങനെ പോകണം, ഇതിൽ സ്പീഡ് ട്രാക്ക് ഉണ്ടോ, മിനിമം ട്രാക്ക് ഉണ്ടോ, ഇതിനെ കുറിച്ചിട്ട് കറക്റ്റ് ജനങ്ങൾക്ക് ഒരു അവയർ കൊടുക്കണം. അതേപോലെ സർവീസ് റോഡ് പിന്നെ ഡബിൾ ആണോ, മീൻസ് 1 വേ ആണോ അതോ 2 വേ ആണോ, ഇതൊന്നും പലർക്കും അറിയില്ല. ചില സർവീസ് റോഡ് 1 വേ എന്ന് പറയുന്നത്, ചില സർവീസ് റോഡ് 2 വേ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് പബ്ലിക്കിന് ഒരു അവയർ കൊടുക്കുക വേണം. പൊതുവേ ചില ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ ബസ്, പ്രൈവറ്റ് വണ്ടികൾ അല്ലെങ്കിൽ KSRTC പോലുള്ള വാഹനങ്ങൾ ഓവർ സ്പീഡായിട്ട് പോകുന്നുണ്ട്, അപകടകരമായ തരത്തിലുള്ള വാഹനം ഓടിച്ചിട്ടാണ് അവർ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ഇപ്പൊ നമ്മളെ ഈ KSRTC പോലത്തെ വാഹനങ്ങളൊക്കെ പോകുന്നത് സർവീസ് റോഡിലൂടെയാണ്. അവരുടെ സർവീസ് റോഡിലെ ഒരു സ്പീഡ് ലിമിറ്റ് എത്ര എന്നുള്ളത് നിർബന്ധമായിട്ടും ആ ഡ്രൈവേഴ്സിനോട് പറഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തേക്ക് അവർ പോകുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഫൈനും കാര്യങ്ങളും ഈടാക്കന്നെ വേണം. കാരണം സർവീസ് റോഡ് എന്ന് പറയുമ്പോൾ പബ്ലിക് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും. സ്വാഭാവികമായിട്ടും എബോവ് 60 ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബൈ ചാൻസ് വണ്ടിയോ ബൈക്കോ ആള് ചാടിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കർശന നടപടി തന്നെ വേണം. മുമ്പ് നമ്മുടെ സ്പീഡ് ഗവർണറൊക്കെ ഉണ്ടായിരുന്നു. ആ ഗവർണർ അത് വർക്കിംഗ് ആണോ, അതിന്റെ എന്താണ് നിലവിലെ കണ്ടീഷൻ, അതൊക്കെ റോഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് പ്രവർത്തനം എങ്ങനെയാന്നുള്ളത് ഒന്ന് കറക്റ്റ് അവരെന്ത് ചെയ്യണം, അതിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കണം. നല്ല രീതിയിലാണ് പ്രവർത്തനം നടക്കുന്ന കാര്യങ്ങൾ. അവിടത്തെ സ്പീഡ് ഒരു ഘടകമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ സ്പീഡ് ആണെങ്കിൽ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മിനിമം സ്പീഡാണ്, ഇവിടുത്തെ 60-70 ഒക്കെ അവിടുത്തെ മിനിമം സ്പീഡാണ്. തീർച്ചയായും. അതായത് ഗൾഫിൽ 160-150 സ്പീഡ്. ഗൾഫിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാക്ക് അതായത് നമ്മൾക്ക് എതിർദിശന്ന് വണ്ടി വരുന്നില്ല. ഗൾഫിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് പിടിച്ചിട്ട് വാഹനം ഓടിക്കുകയാണ് ആളുകൾ ചെയ്യുക. അതിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ സ്പീഡിൽ പോകാൻ കാരണം തന്നെ അവിടുന്ന്
പിന്നെ എന്താ പറയുക പോക്കറ്റ് റോഡിൽ നിന്ന് അനാവശ്യമായിട്ട് മെയിൻ റോഡിലേക്ക് കയറൂല, ഒരാളും കയറൂല. കാരണം അവിടെ അത്രയും ഫൈനാണ്. ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓടിക്കുന്ന ആളുകളെ ഓട്ടോക്കാരെ കുറിച്ചിട്ട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇൻഡിക്കേറ്റർ ഇടുക ഒന്നുമില്ല. അവര് പിന്നെ അതാണ് പാർട്ടിക്കാർ. ഇപ്പോൾ ഓട്ടോറിക്ഷയിലിരുന്ന പാസഞ്ചർ അതാണ് വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തിരിയും ഏത് വീട്ടിലേക്ക്. ആ ഇൻഡിക്കേറ്ററാണ് ഇതാണ് വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ റൈറ്റ് കണ്ട് ഇട്ടിട്ട് തിരിയാ ചെയ്യുക ഓട്ടോക്കാർ. അപ്പോൾ അത് ഒരു അപകടത്തിന് ഒരു മുഖ്യ ഘടകമാണത്. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഓട്ടോറിക്ഷ ഒരു ശല്യം എന്ന് പറയുന്നുണ്ട്. അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായത്തിൽ 50% 50% നമുക്ക് ശല്യമാണ്, 50% നമുക്ക് ഉപകാരമാണ്. ശല്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഇപ്പൊ നമ്മൾ അർജന്റായിട്ട് എങ്ങോട്ടെങ്കിലും പോവുക അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചാൽ ഇപ്പത്തെ റോഡും ഇതൊക്കെ വളരെ മോശമാണല്ലോ. അപ്പൊ അവര് അതിന്റെ മുന്നിൽ കിടന്നിട്ട് നമ്മളെ മുന്നിൽ കിടന്നിട്ട് ഇതാക്കുക, പെട്ടെന്ന് ബ്രേക്ക് ഇടുക, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ അവർ ചെയ്യും. പിന്നെ ചില സ്ഥലങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ ചില ടൗണിൽ ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അവർ. ഏറ്റവും കൂടുതൽ അശ്രദ്ധമായിട്ട് ഓടിക്കുന്ന ഡ്രൈവർ നിങ്ങളുടെ അഭിപ്രായത്തിൽ ബൈക്കുകാരാണോ? ബൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീനേജ് ആ ലെവലിൽ വരുന്ന ആൾക്കാരാണ് മൊത്തത്തിൽ ആക്സിഡന്റിൽ പെടുന്നത്. ഒരു 18-20 വയസ്സിനുള്ളിൽ വരുന്ന ആൾക്കാർ. അവര് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പുതുക്കത്തിൽ വണ്ടി കിട്ടിയവരും കുറെ ആൾക്കാർ ലൈസൻസ് കിട്ടിയവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവര് പറഞ്ഞാൽ നമ്മളെ ആ അപ്പത്തൊരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ചോരത്തളപ്പ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ആ ഒരു ലെവലിൽ പോണവരാണ്. അപ്പൊ അവർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പാസ് ചെയ്ത് പോവാന്നുള്ള ലക്ഷ്യത്തിലാണ് വണ്ടി ഓടിക്കുക. നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം എന്ന് വിചാരിച്ചിട്ടല്ല, മറ്റ് വണ്ടികളെ പാസ് ചെയ്ത് നമ്മൾ എവിടെ എത്തണം എന്നുള്ള ആ ലെവലിലാണ് വണ്ടി ഓടിക്കുക. അതുകൊണ്ട് അപകടങ്ങൾ ഓവറായിട്ട് ബൈക്കിൽ നിന്ന് വരാറ്. നിങ്ങളിപ്പോൾ കണ്ടത് കുറച്ച് പേരുടെ പ്രതികരണങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.